11,417 കരുളായിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് 15 വരെയാണെങ്കിൽ ഇത് നിലമ്പൂർ നഗരസഭയിൽ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന LDF-നുണ്ടായിരുന്ന സ്ഥലത്ത് അടി പതറിയിരിക്കുന്നു. CV അനുമോദനേക്ക് ഒന്ന് പോകണം, അനുമോദനെ ഒന്ന് കണക്ട് ചെയ്യണം വളരെ പെട്ടെന്ന്. സജിത്ത്, ഈ കണക്ക് ഈ 11,000 കടന്നിരിക്കുന്ന കണക്ക് നിലമ്പൂർ നഗരസഭ റിഫ്ലക്ട് ചെയ്യുന്നതാണോ? ഇനി കരുളായും അമരമ്പലവും ബാക്കിയാണോ, അതോ എണ്ണി തുടങ്ങിയോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമാണ് നിലമ്പൂർ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഒരുപക്ഷെ അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാം. കാരണം നിലമ്പൂർ നഗരസഭയിൽ ഇത്തരമൊരു നീക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമായി മാറുകയാണ്. 10,000-ത്തിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം ഉയരുമ്പോൾ നിലമ്പൂർ നഗരസഭ അതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അമരമ്പലത്തിലും കാര്യമായി ഇനി എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ ഇടതുപക്ഷത്തിന് എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. കാരണം മണ്ഡലത്തിൽ പൊതുവായി ഉണ്ടായ ഒരു ട്രെൻഡ് അവിടെയും പ്രകടമായിട്ടുണ്ട്. ഒപ്പം ഇവിടെ അൻവർ പിടിച്ച വോട്ടുകളുടെ കണക്കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അൻവർ ആ നഗരസഭാ മേഖലകളിൽ വലിയ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് എത്ര കണ്ട് പ്രകടമായെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. 11,417 എന്ന വലിയ ഭൂരിപക്ഷത്തിലേക്ക് അൻവർ കുതിക്കുകയാണ്. 15,000 കടന്നാലും അത്ഭുതപ്പെടേണ്ട, അതാണ് സാഹചര്യം. കാരണം നഗരസഭയിൽ വലിയ മുന്നേറ്റം. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ട്രെൻഡാണ്. ആദ്യഘട്ടം മുതൽ ഒരു തരത്തിലും പിന്നോട്ട് പോകാതെ ലീഡ് ഉയർത്തി വന്ന ഷൗക്കത്ത് ഇപ്പോൾ 11,417 എന്ന് പറയുമ്പോൾ 2011 ആര്യാടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷത്തെ കൂടി 5,000 സംതിങ് ആയിരുന്നു 2011 ആര്യാടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷം. അതുകൂടി മറികടക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ഇരട്ടി ഭൂരിപക്ഷത്തിലേക്ക് ഒടുവിൽ UDF പിടിച്ച സമയത്തേക്കാൾ 2 ഇരട്ടി ഭൂരിപക്ഷത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് എത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതാണ്ട് 12,000 വോട്ടുകൾക്കാണ് 2014 നമുക്കറിയാം, 2015 നമുക്കറിയാം അവിടെ അൻവർ ആദ്യമായി ജയിക്കുന്നത്. അൻവറിന്റെ ഭൂരിപക്ഷം മറികടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. 11,417 എന്ന കണക്കിലേക്ക് എത്തുന്നു. 14,000-ന് മുകളിൽ വോട്ട് അൻവർ പിടിക്കുന്നു. അൻവറിന്റെ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മധുരം വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ലഡു വിതരണം ചെയ്യുന്നു. ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള വലിയ നഷ്ടം ഈ 15 വോട്ട് റൗണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോഴും ഒരു ഘട്ടത്തിൽ ഏകദേശം ഒരേ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന് മുന്നേറാനായത്. ബാക്കിയുള്ള റൗണ്ടുകളിലെല്ലാം UDF-ന്റെ കുതിപ്പ് കണ്ടു, ആര്യാടൻ ഷൗക്കത്തിന്റെ കുതിപ്പ് കണ്ടു. ഒപ്പം അൻവറും നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് തങ്ങൾക്ക് അപ്രമാദിത്വമുള്ള പഞ്ചായത്തുകളിൽ പോലും കാലിടേറിയിരിക്കുന്ന ഇടതുപക്ഷത്തിനാണ്. ഭരണമുണ്ടായിരുന്ന നിലമ്പൂർ നഗരസഭയിലും കാലിടേറിയിരിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഇതിനകത്ത് കൃത്യമായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് UDF-ന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പിണറായി സത്തിനെതിരെയാണ് താൻ വോട്ട് പിടിച്ചത്, UDF-ന്റെ വോട്ടല്ല താൻ എന്ന് പറയുന്ന അൻവർ ആണെങ്കിലും ആ വിരലുകളെല്ലാം ഇടതുപക്ഷത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന 15 റൗണ്ട് കഴിയുമ്പോഴാണ് നിലമ്പൂർ നഗരസഭ കൂടി എണ്ണി തീരുക. ഇപ്പോൾ ഏതാണ്ട് 14 റൗണ്ട് എണ്ണി എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് 12 റൗണ്ടുകളുടെ ഔദ്യോഗിക ഫലങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2 റൗണ്ട് കൂടി ചേരുമ്പോഴാണ് ഒരുപക്ഷെ 11,417. ഇനി ആര്യാടൻ ഷൗക്കത്ത് പുറകോട്ടില്ല. സമഗ്രമായ വ്യക്തമായ വിജയം ആര്യാടൻ ഷൗക്കത്ത് നേടുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അൻവറിന്റെ വീട്ടിൽ മധുരം വിതരണം ചെയ്യുന്നു. LDF നേതാക്കളെ പൊടി പോലും കാണാനില്ല. സ്വരാജ് എവിടെ എന്നതിനെ കുറിച്ച് അന്വേഷിക്കണം. MV ഗോവിന്ദൻ മാസ്റ്ററെ കുറിച്ച് അന്വേഷിക്കണം. അവരുടെ പ്രതികരണം ഇനി തേടണം. ഇപ്പോൾ ആരെയും പൊടി പോലും കാണാനില്ലാത്ത അവസ്ഥയാണ്. ദൃശ്യങ്ങളിൽ പോലും അവരെക്കുറിച്ച് വ്യക്തതയില്ല. എല്ലാ പ്രചരണങ്ങളും എല്ലാ തരത്തിലുള്ള ജമാഅത്തെ ബന്ധമൊക്കെ